അമ്മയും മക്കളും രണ്ട് തട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ പൂർത്തീകരിക്കാനാവാതെ പുതുപ്പള്ളി ഇടവക. കേരളത്തിന്റെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 20 മാസങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ കല്ലറയുടെ പണി പൂർത്തീകരിക്കാനാവാതെ നട്ടം തിരിയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഇടവകപ്പള്ളിയായ പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക. പള്ളിയിൽ ഇടവകക്കാർക്ക് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അവർ ഉമ്മൻചാണ്ടിയുടെ കാര്യം എത്തുമ്പോൾ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് അവർ ഐക്യകണ്ഠേന ഉമ്മൻചാണ്ടിയെ പള്ളിയുടെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് അടക്കുവാൻ തീരുമാനിച്ചതും കല്ലറ അടക്കമുള്ള സകല കാര്യങ്ങളും പള്ളിച്ചെലവിൽ ഫ്രീ ആയി ചെയ്തു കൊടുത്തതും. ഉമ്മൻചാണ്ടിയുടെ അടിയന്തരം പോലും ഇടവകയാണ് 12.5 ലക്ഷം രൂപ മുടക്കി നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ അവസാന മിനുക്കുമണി അടക്കം ഇടവകയുടെ ചെലവിൽ നടത്തണമെന്നായിരുന്നു ഇടവക പൊതുയോഗത്തിന്റെ തീരുമാനം. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം കഴിഞ്ഞ് 20 മാസങ്ങൾ പിന്നിടുമ്പോഴും മറിയാമ്മനും മക്കളും തമ്മിൽ ഒരു അഭിപ്രായ സമന്വയം ഈ വിഷയത്തിൽ ഉണ്ടാകാത്തതിനാലാണ് കല്ലറയുടെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയാത്തത്. പൊതുയോഗ തീരുമാനപ്രകാരം പള്ളിപ്പരിസരമായതിനാൽ വെള്ള മാർബിളിൽ കല്ലറയുടെ മുകൾ ഭാഗം പണിയണമെന്നായിരുന്നു. അതിന് ചാണ്ടിയുമ്മൻ രേഖാമൂലം അനുമതിയും നൽകിയിരുന്നു. എന്നാൽ മറിയാമ്മന് പിങ്ക് കളറിൽ വേണം എന്നാണ് ആവശ്യം. പിങ്ക് കളറിൽ കല്ലറ ഉണ്ടാക്കിയില്ലെങ്കിൽ താൻ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് പള്ളി ഓഫീസിലെത്തി മറിയാമ്മൻ പറഞ്ഞതായി ഇടവകക്കാർ ITV ന്യൂസിനോട് പറഞ്ഞു. ഇതോടെ ആകെ ആശയക്കുഴപ്പത്തിലാണ് പുതുപ്പള്ളി ഇടവകക്കാർ. പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഇടവാംഗമായ ജോജി ITV ന്യൂസിനോട് വെളിപ്പെടുത്തിയത് കേൾക്കുക. എന്റെ പേര് ജോജി, ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഇവിടെ മുറ്റത്താണുള്ള കല്ലറ. ഉള്ള കല്ലറയുടെ പണിയെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് തീർത്ത് ഓൺ ദ വേ ആയിരുന്നു കല്ലറ. കല്ലറയുടെ മൂളുവശം നല്ല ഡിസൈനിലെല്ലാം പണിത് പ്രത്യേകം കല്ലൊക്കെ ഇട്ട് പണിതിട്ട് അതെന്തായിരുന്നു തന്നെ. ഇപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടുകാർ 4 പേരുണ്ട്. 4 പേരും 4 കൊമ്പത്താണ്. ഒരു വഴിക്കൊന്നും തന്നെ തടയിച്ചെന്നാ തോന്നുന്നത്. കല്ലറയുടെ അതിപ്പം സമ്മതിക്കുന്നില്ല. അവർക്ക് വേറെ കളർ വേണം, അത് വേണം, ഇത് വേണം. മുഴുവൻ വൈറ്റ് കളർ ചെയ്യാനായിട്ടായിരുന്നു തീരുമാനം. ആരുടെ തീരുമാനം? പള്ളി പൊതുയോഗത്തിന്റെ തീരുമാനം. ഇത് പള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ കല്ലറ. മുഴുവൻ ചെലവും പള്ളിയുടെ അല്ലേ. A to Z ചെലവ്. അവരുടെ വീട്ടിൽ നിന്ന് 1 രൂപ പോലും ഇങ്ങോട്ട് ചെലവാക്കിച്ചിട്ടില്ലല്ലോ. അടിയന്തരം നടത്തി ഞാനൊക്കെ കരഞ്ഞു പറഞ്ഞവര് നടത്തേണ്ട കാര്യം. പുള്ളി ഇലക്ഷൻ മത്സരിക്കല്ലേ, എന്തെങ്കിലും ഒരു ഫുഡ് പോയിസണോ വല്ലതും വന്നാലേ. അടിയന്തരം നടത്തിയതാരാണ്? അതിന്റെ ചെലവ് വഹിച്ചാരാ? പള്ളി 12 ലക്ഷം രൂപ. അത് സാറേ ലാസ്റ്റ് ഒരു 11,000 പേർക്ക് ഇവര് ബലം പിടിച്ച് സമ്മതിപ്പിച്ചു. മക്കളും എല്ലാം കൂടെ അറിഞ്ഞോണ്ടാ ഞങ്ങൾ ലാസ്റ്റ് സമ്മതിച്ചു. ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലെ ഞങ്ങൾ സമ്മതിച്ചു. 2,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ അടിയന്തരത്തില്. ഒരു 12 ലക്ഷം രൂപയോളം പള്ളിയുടെ അങ്ങ് പോയി. പള്ളിയാണോ 12 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തത്? മുഴുവൻ പണവും, അടക്കിന്റെ മുഴുവൻ പണവും. അടക്കിനൊക്കെ സാറിനറിയാമല്ലോ, അതുപോലെ VVIPs ഉണ്ടായിരുന്നല്ലോ. മുഴുവൻ ചെലവ് 1 രൂപ പോലും അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ മുടക്കിച്ചിട്ടില്ല. ഈ കല്ലറയുടെ മുഴുവൻ ചെലവ് പള്ളിയുടെയാണ്. അതെല്ലാം ഓർഡർ ചെയ്തെല്ലാം ഓൺ ദ വേ ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരികൾ കിടന്ന് വേണം വെക്കുന്നത്. പള്ളി പൊതുയോഗം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ കല്ലറ നന്നായിട്ട് കെട്ടാൻ. പിന്നെ അത് മരണ കഴിഞ്ഞ 40 കഴിഞ്ഞ് അന്നേരം കൂടിയ പൊതുയോഗത്തിൽ എല്ലാ കാര്യവും തീരുമാനമായിരുന്നു. അന്നേരം ഇത് ആരായിരുന്നു ഇത് ഓർഡർ കൊടുത്തത്? ബാംഗ്ലൂരിൽ നിന്ന് എന്തിനാ ഇവിടെ ഈ നാട്ടിലൊന്നും ചെയ്യുന്ന കല്ലറയുടെ ചെയ്ത് കിട്ടത്തില്ലേ? അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത്. അവിടെ നിന്ന് പ്രത്യേക ഏതാണ്ട് സ്റ്റോണൊക്കെ ഇട്ടാ സാറേ. ഒരു വലിയ മനുഷ്യല്ലേ നമ്മൾ ചെയ്യുമ്പോൾ. പുതുപ്പള്ളി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് അതിൽ സ്റ്റാൻഡേർഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് സംസാരിക്കുന്ന ആരാ എന്നോട്? എന്റെ പേര് ജോജി. ഇടവക്കാരനാണോ? കമ്മിറ്റിയിലുണ്ടോ? ഇല്ല, കമ്മിറ്റിയിൽ. ഇത് ബാംഗ്ലൂരിൽ ഇത് ആരാ ഓർഡർ കൊടുത്ത? പള്ളിക്കാരാണോ ഓർഡർ കൊടുത്തത് അതോ പള്ളി ഭരണസമിതി തന്നെ ഓർഡർ കൊടുത്തത്? എന്നിട്ട് ഇത് ഓൺ ദ വേ വന്നപ്പോ എന്താ ഇത് വേണ്ടെന്ന് പറഞ്ഞോ? ഇത് അവരുടെ ആരൊക്കെയോ കിടന്ന് ബഹളം വെക്കുക. ഇപ്പം അത് പറ്റിയാൽ ഇത് പറ്റിയാൽ. ഇതിപ്പം രക്തച്ചുരുക്കം പറയാം. ഇത് അവർക്ക് വീട്ടുകാർക്ക് എഴുതി കൊടുക്കണം. നമ്മൾ പള്ളി ഭരണസമിതിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന് മാത്രമായിട്ടാണ് കല്ലറ. കാര്യം അത് വൈദികരൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ. പുള്ളിക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഇത്രയും ഒരു ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യരായതുകൊണ്ട് പുള്ളിക്ക് മാത്രമായിട്ടാണ് കല്ലറ. അത് അന്നേ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു കല്ലറ. സ്ലാബല്ല ഇട്ടേക്കുന്നത്, കോൺക്രീറ്റ് ചെയ്യായിരുന്നു അതിന്റെ മുകളിൽ. ഇത് ചാണ്ടിയമ്മൻ ഒപ്പിട്ട് വന്നായിരുന്നു ചെയ്തോളാം പറഞ്ഞു. പക്ഷെ വീട്ടുകാർ അനുവദിക്കുന്നില്ല, ബാക്കിയുള്ളവർ അനുവദിക്കുന്നില്ല. ചാണ്ടിയമ്മൻ അന്നേരം അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അതായത് കല്ലറയുടെ മേൽഭാഗം മാർബിളോ എന്തോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നമ്മളോട് പറയുന്നത് നല്ല രീതിയിൽ ചെയ്തു. നിങ്ങളുടെ ഇഷ്ടത്തിൽ നല്ല മോഡൽ സെലക്ട് ചെയ്ത് ചെയ്തോളാനാണ് സമ്മതിച്ചത്. അതിന് ഒരു മോഡൽ അത് ചാണ്ടിയമ്മൻ ഒപ്പിട്ട് തന്ന കടലാസ് കൂടി ഇരിപ്പുണ്ട് പള്ളിയിൽ. അന്നേരം ആ പ്ലാൻ അനുസരിച്ചാണ് അവര് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തത്. പുള്ളിക്കാരി പറയുന്നത് ഇവിടെ വന്നിടത്ത് വേളം വെക്കുന്ന പറയുന്നത്. ആര്? ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ. എതിർക്കുന്നത് വൈഫാണോ? വൈഫ്. എതിർക്കാൻ കാരണം എന്താ? കാര്യം ഇപ്പൊ പള്ളി വിറ്റല്ലേ, നമുക്ക് അന്നേരം ഒരു വൈറ്റ് കളറല്ലേ, വൈറ്റ് കളർ മാർബിളോ ഗ്രാനൈറ്റ് അല്ലേ, ഒരു കാണാനായിട്ടൊരു പള്ളി മിറ്റത്തല്ലേ. പുള്ളിക്കാരിക്ക് പിങ്കോ മഞ്ഞോ ഏതാണ്ടൊക്കെ കളറൊക്കെ വേണമെന്നാ പറയുന്നത്. എന്നാ കാര്യം എന്നൊന്നും അറിയത്തില്ല. ഇതിന്റെ ചെലവ് പള്ളിക്കാരല്ലേ മുടക്കുന്നത്?
1 രൂപ പോലും നാളിതുവരെ അവരുടെ വീട്ടുകാരെ കൊണ്ട് മുടക്കിച്ചിട്ടില്ല ഈ അടക്ക് തൊട്ടിങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക്. ഇത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് അന്നേരം ഇവരുടെ കുടുംബക്കാർ, അതായത് പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് മറിയാമ്മ അവർ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ അവർ രണ്ടുപേരോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ ചോദിച്ചു അതെല്ലാം ചോദിച്ചിട്ട് മകൻ എന്നുള്ള മകൻ എന്നുള്ള നില ചാണ്ടിയമ്മ വന്ന് സൈൻ ചെയ്ത് തരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും ഇതെന്നാ കാര്യമൊന്നും എനിക്കറിയത്തില്ല, ചുമ്മാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അടിയന്തരം നടത്തണ്ടെന്ന് എന്നോട് ഈ പള്ളിമുറ്റത്ത് വെച്ചെന്ന് പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ പറയാ പിള്ളേർ വിട്ടേച്ച് പറഞ്ഞു നടത്തുന്നതിന് വിരോധം ഇല്ലാന്ന് പറഞ്ഞു. പള്ളിയുടെ ഒരു 12 ലക്ഷം രൂപ അങ്ങ് പോയി കിട്ടി. ഞാൻ പറയുന്നത് സത്യ. ഇതിനകത്ത് വേറെ നമ്മുടെ ഗ്രൂപ്പോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു മാന്യമായ രീതിയിലൊരു അത്യാവശ്യം ഉള്ളത് മാന്യമായ ഒരു കാര്യം. ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ കിടക്കുവാണോ? അതായത് അന്ന് അടക്കി അതേ രീതിയിൽ തന്നെ ഇപ്പൊ കിടക്കല്ലേ? വൈസ് തന്നെ അടിച്ച് കിടക്കുക, ഒന്നുമില്ല, മേളിലോട്ടൊന്നും പണിതിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അനുവാദം തരണമെന്നുള്ള പറഞ്ഞു. മോഡൽ അവർക്ക് പറയാം. ഇത് ഈ വഴക്കുണ്ടാക്കുന്ന എന്തിനാന്ന് എനിക്കറിയാൻ പറ്റത്. പെൺമക്കൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഈ കാര്യത്തില്? 4 പേരുണ്ട്. 4 പേര് 4 കുമ്പത്താണ്. അവരൊരു സംയുക്തമായിട്ടൊരു അഭിപ്രായം പറയണ്ടേ? പള്ളിയുടെ പ്രിമൈസസ് ആണിത്, പള്ളി സ്ഥലമാണിത്, പള്ളി കൊടുത്ത ബഹുമതിയാണ് പുള്ളിക്ക്. അപ്പൊ അതിന്റെ ബാക്കിയും ചെയ്യാൻ പള്ളി സന്നദ്ധമാണ്, അതുകൊണ്ട് ചെയ്യണമെന്ന് പുതിയ തീരുമാനമുണ്ട്. ഇതിനകത്ത് വേറെ ആർക്കും അഭിപ്രായം പറയാനായിട്ട് അതിനകത്ത് റൈറ്റില്ല. കാര്യം അവരല്ലേ അതിലും നല്ല മോഡൽ എന്നാൽ അതും ചെയ്യും. അവർ തന്നെ എത്രയും നല്ല മോഡലാണ് അതും ചെയ്യും. അതിനകത്ത് സാമ്പത്തിക ഒരു പ്രശ്നമല്ല. പിങ്കും റോസും ഒന്നും പറ്റിയല്ല. പുതുപ്പള്ളി ഭരണസമിതി അവർ വികാരിയച്ഛനും ഭരണസമിതി എന്താ ആവശ്യപ്പെട്ടത് അതേ നടക്കുള്ളൂ. കാര്യം പൊതുയോഗ തീരുമാനം അത്. പുതുപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയല്ലേ, അതിന്റെ മുറ്റത്തോട്ട് ഈ പിങ്കും മറ്റേതൊക്കെ അത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ പരിസര കല്ലറ. ഈ പള്ളി പറയുന്നത് ഇത് പള്ളിയുടെ ഔദാര്യം, ഇത് അവകാശമായിട്ടൊന്നും ആരും വിചാരിക്കരുത്. സാർ അവിടെ ഒരു വിഭജനം ഇല്ല. പുള്ളി പറയുന്ന വാക്കിന് ഇന്നത് മതി എന്ന് പറഞ്ഞാൽ അതേ നടക്കുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ മരിച്ചടക്കിന് ഞങ്ങൾ അങ്ങ് കാര്യങ്ങളെല്ലാം ചെയ്തത്. കാര്യം കമ്മിറ്റി കൂടിയപ്പോഴും എല്ലാവരും കൂടെ പറഞ്ഞു ഇതാ തീരുമാനം ഒന്ന് പറഞ്ഞിട്ട കമ്മിറ്റി കൂടുതൽ പൊതുയോഗം വന്നപ്പോഴും ഇതാ തീരുമാനം. അതിൽ മത്താൻ എടുത്താലും ബാവ എടുത്താലും പള്ളി മുറ്റത്ത് തന്നെ അടക്കും എന്നുള്ളത് ഞങ്ങളുടെ ഇടവക്കാരുടെ ഒന്നടങ്കമുള്ള തീരുമാനം. അവിടെ ഒരു സ്പ്ലിറ്റ് ഇല്ല. പല കാര്യങ്ങൾക്കും സ്പ്ലിറ്റ് ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സ്പ്ലിറ്റ് ഇല്ല. പുതുപ്പള്ളി ഇവര് പറയാം ഇവർക്ക് കൊട്ടാരം പോലെ ഇവിടെ പണിയാണ്. അതിന് 10 ലക്ഷം 20 ലക്ഷം രൂപ. അതിന് വെറുതെ ഞങ്ങളുടെ 12 ലക്ഷം രൂപ ഇവർ കളഞ്ഞു. ഞാൻ കരഞ്ഞു പറഞ്ഞു അന്ന് അടിയന്തരം വെക്കരുതെന്ന്. അന്നേരം ആദ്യം വേണ്ട എന്നോട് പറയാൻ വെച്ചോട് ഞാൻ പറഞ്ഞു ഇതാരാ അടിയന്തരത്തിന്റെ കാര്യം പറയും ഇത്രയും തുക ചെലവല്ലോ 15 ലക്ഷം 18 അവനെ പറയും ഇന്നയാളെ പറഞ്ഞേ വിളിക്കവനെ ഞങ്ങൾക്ക് വെക്കണ്ട. അത് കഴിഞ്ഞിട്ട് പെമ്മക്കളെ പറഞ്ഞു വിട്ടു. ആ പള്ളി വെക്കുന്നതിന് വിരോധം ഇല്ലെന്ന്, പള്ളിക്കാർ നടത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഇല്ലെന്ന്. ചുരുക്കത്തിനെല്ലാം പറ്റി 11,500 പേർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തു. 2,000 പേരെ വന്നുള്ളൂ. മുഴുവൻ ഫുഡ് കൊണ്ടുപോയി കണ്ടെത്തി കുത്തിത്താക്കുമായിരുന്നു. പള്ളിയുടെ 12 ലക്ഷം രൂപ അങ്ങ് പോയി. എന്ന് ആരും ഒന്നും പറയുന്നില്ല, ഞങ്ങളാരും ഒന്നും പറയുന്നില്ലോ. ഇപ്പൊ 2 അത് പോയി. ഞാൻ അന്നേ പറഞ്ഞ ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആണ്ട് എത്ര ലക്ഷം എത്ര പേരെ വേണേലും വിളിച്ച് ആണ്ട് നടത്താമെന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിച്ചില്ല. ചുമ്മാ വളം വെച്ച്. ഇപ്പോഴത്തെ റിയൽ ഇഷ്യൂ എന്താണ്? റിയൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം സംഗതി റെഡിയായി കൊണ്ടുപോയപ്പോഴത്തേന് അവരിവിടുന്ന് ബഹളം വെക്കുന്നു. അയാളെ ഒരു 10-25 പേര് അതിന്റെ കോൺട്രാക്ടറെ വിളിച്ചതാണ്ടെല്ലാം ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. കാസർഗോഡുകാരനാ കോൺട്രാക്ടർ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞേ കോൺട്രാക്ട് അതെ അതിന്റെ കല്ലെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേകമായിട്ട് ഓർഡർ ചെയ്ത് അത് കൊത്തി എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ദാനം കിട്ടിയ പശുവിന്റെ വാതുറന്ന് അണപ്പല്ലിൽ പോടുണ്ടോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തരുതെന്നാണ് പഴഞ്ചൊല്ലുണ്ടാക്കിയ ആശാന്മാർ പറയുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാരും ഇടവകയും ഒരു തീരുമാനത്തിലെത്തി. ഉമ്മൻചാണ്ടിയുടെ കല്ലറ എത്രയും വേഗം പൂർത്തീകരിക്കുക. 2023 ജൂലൈ 18-നായിരുന്നു ഉമ്മൻചാണ്ടി അന്തരിച്ചത്. കേരളം ഇന്നേ വരെ കാണാത്ത ഒരു യാത്രയയപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കേരള ജനത നൽകിയത്. ആയിരങ്ങളാണ് തുടക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കല്ലറയുടെ അവസ്ഥ നിങ്ങൾ കാണുക.
ഈ രീതിയിലാണോ ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഇടേണ്ടുന്നത് എന്ന് മാത്രം ആലോചിക്കുക. തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന നിലപാട് ശരിയല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.